അവസാനമായി ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും ഈ വിവാഹബന്ധം പിരിയാൻ ഉറപ്പിച്ചോ? ഇല്ല യുവർ ഓണർ, എനിക്ക് അവളെ വേണം. ഞാൻ ഇന്നും അവളെ സ്നേഹിക്കുന്നു. അതെ യുവർ ഓണർ, എനിക്ക് ഈ ബന്ധം അവസാനിപ്പിക്കണം. മേഡം, നിങ്ങളുടെ ഭർത്താവ് ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ ഉപേക്ഷിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? സ്നേഹം എന്നത് പൂക്കൾ വാങ്ങി തരുന്നതല്ല സാർ. ആളുകൾക്ക് മുന്നിൽ നല്ല ഭർത്താവായി അഭിനയിക്കുന്നതുമല്ല. രാത്രികളെ ഞാൻ കരഞ്ഞുകൊണ്ട് ഉറങ്ങുമ്പോൾ എന്റെ കണ്ണീർ പോലും കാണാത്ത ഒരാളായിരുന്നു ഇയാൾ. എന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു വിലയും നൽകിയിട്ടില്ല. ഞാൻ ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ വീട്ടിലിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് എന്റെ ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ പൂട്ടി. ഞാൻ സംസാരിച്ചാൽ വഴക്ക്, മിണ്ടാതിരുന്നാൽ അവഗണന. എന്റെ തെറ്റല്ലാത്ത കാര്യങ്ങൾക്ക് പോലും മണിക്കൂറുകളോളം എന്നെ കുറ്റപ്പെടുത്തി. ഒരു ഭാര്യയെ സ്നേഹിക്കേണ്ട സ്ഥാനത്ത് എന്നെ നിയന്ത്രിക്കാനും തകർക്കാനുമാണ് ഇയാൾ ശ്രമിച്ചത്. ഒരിക്കൽ പോലും അയാൾ എൻ്റെ സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എനിക്ക് വേദനിക്കുമ്പോൾ ഞാൻ അതിര് കടന്ന് പ്രതികരിക്കുകയാണെന്ന് പറഞ്ഞു. പലപ്പോഴും ഞാൻ തകർന്നു പോകുമ്പോൾ ഞാൻ നാടകം അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ സഹായം ചോദിക്കുമ്പോൾ എന്നെ പരിഹസിച്ചു വിടും. പുറത്തെല്ലാവരുടെ മുന്നിലും നല്ല ഭർത്താവായിരുന്നു. പക്ഷെ വീട്ടിൽ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ ഞാൻ ദിവസവും അല്പാൽപമായി മരിക്കുകയായിരുന്നു. സാർ, ഒരു സ്ത്രീയും ഒരു ദിവസം കൊണ്ട് വിവാഹമോചനം ചോദിക്കില്ല. അവൾ 1000 രാത്രികൾ കരഞ്ഞതിന് ശേഷമാണ് ആ തീരുമാനം എടുക്കുന്നത്. ഇന്ന് ഞാൻ ഈ കോടതിയിൽ നിൽക്കുന്നത് എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാനല്ല, എന്നെ തന്നെ രക്ഷിക്കാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് യുവർ ഓണർ. അവൾ പറഞ്ഞതെല്ലാം കേൾക്കുമ്പോൾ ഞാനൊരു ക്രൂരനാണെന്ന് തോന്നും. പക്ഷെ ആരും എന്റെ ഭാഗം കേൾക്കുന്നില്ല. അതെ, ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടില്ലേ? അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. അവൾക്ക് അസുഖങ്ങൾ വന്നപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ കാവലിരുന്നു. അവൾ കരയുമ്പോൾ എനിക്കും വേദനിച്ചിരുന്നു. ഞാൻ ഒരിക്കലും അവളെ വെറുത്തിട്ടില്ല. എനിക്ക് കോപമുണ്ടായിരുന്നു. ചിലപ്പോൾ വാക്കുകൾ കടന്നു പോയിട്ടുണ്ടാകും. പക്ഷെ അത് അവളെ നഷ്ടപ്പെടുമെന്ന ഭയമായിരുന്നു. ഞാൻ അവളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവളെ നഷ്ടപ്പെടാതിരിക്കാൻ പിടിച്ചു നിർത്താൻ ശ്രമിച്ചതാണ്. യുവർ ഓണർ, ഒരു മനുഷ്യൻ പൂർണ്ണനല്ല. ഞാനും പൂർണ്ണനായിരുന്നില്ല. പക്ഷേ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും സ്നേഹിക്കുന്നു. ഒരവസരം കൂടി തരൂ. ഞാൻ എല്ലാം ശരിയാക്കാം. നീ പറയുന്നതുപോലെ ജീവിക്കാം. നീ ആഗ്രഹിക്കുന്ന ആളായി മാറാം. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? ഇല്ല യുവർ ഓണർ. നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ. അദ്ദേഹം ഇപ്പോഴും നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. സ്നേഹം മാത്രം പോരാ യുവർ ഓണർ. ബഹുമാനമില്ലാത്തയിടത്ത് സ്നേഹം ശ്വാസം മുട്ടി മരിക്കും. വിശ്വാസം തകർന്നാൽ സ്നേഹം മാത്രം അതിനെ തിരികെ കൊണ്ടുവരില്ല. ചില മുറിവുകൾ ക്ഷമിക്കാൻ കഴിയും, പക്ഷെ മറക്കാൻ കഴിയില്ല. എനിക്ക് വിവാഹമോചനം വേണം യുവർ ഓണർ. അതാണ് എന്റെ അവസാനത്തെ തീരുമാനം. ഈ കോടതി നിങ്ങളുടെ വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു. ഇനി നീ ആ വീട്ടിലേക്ക് വരണ്ട. ഞങ്ങൾ പറഞ്ഞതെല്ലാം കേൾക്കാതെ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ലേ നീ തീരുമാനിച്ചത്? അതുകൊണ്ട് ഇനി ഞങ്ങളുടെ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. അതെ, ഞങ്ങളെ ധിക്കരിച്ച ഒരാൾക്ക് ഈ കുടുംബവുമായി ഒരു ബന്ധവുമില്ല. നന്ദി. 20 വയസ്സുവരെ എൻ്റെ ഓരോ ശ്വാസവും നിയന്ത്രിച്ച് ജീവിപ്പിച്ചതിന് നന്ദി. എന്ത് പഠിക്കണം, ആരോട് സംസാരിക്കണം, എങ്ങനെ ജീവിക്കണം, എന്ത് സ്വപ്നം കാണണം, എല്ലാം തീരുമാനിച്ചു തന്നതിന് നന്ദി. പിന്നെ 5 വർഷം ഒരു ക്രൂരൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചതിനും നന്ദി. ഞാൻ കരഞ്ഞു പറഞ്ഞപ്പോഴും വിശ്വസിക്കാതിരുന്നതിന് നന്ദി. എൻ്റെ വേദനയെ പിടിവാശി എന്ന് പറഞ്ഞ് വിളിച്ചതിന് നന്ദി. ഞാൻ സഹായം ചോദിച്ചപ്പോൾ തിരിഞ്ഞു നടന്നതിനും നന്ദി. ഇന്നു മുതൽ നിങ്ങളുടെ മകൾ എന്ന അവകാശത്തിൽ ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു. അവൾ ഇന്നിവിടെ മരിച്ചു. പക്ഷേ വിഷമിക്കേണ്ട. ഇന്ന് ഞാൻ ഒരാളെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്നെ ഞാൻ തിരികെ കണ്ടെത്തിയ ദിവസമാണിത്. തനു, ശ്രേയ, എനിക്കിനി ആരുമില്ല ശ്രേയ. എവിടേക്ക് പോകണമെന്ന് പോലും എനിക്കറിയില്ല. മതി തനു, മതി, നിർത്ത്. ഇത്രയും നാള് നീ ഒറ്റയ്ക്ക് സഹിച്ചില്ലേ? ഇനി ഒറ്റയ്ക്കല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഇവിടെ തന്നെ നിന്നുകൊണ്ട് പഴയ ജീവിതത്തെ ഓർത്ത് കരയാനാണോ നിന്റെ പ്ലാൻ, അല്ലെങ്കിൽ പുതിയൊരു ജീവിതം തുടങ്ങാനാണോ? എനിക്കറിയില്ല. തനു, നിനക്ക് ചെന്നൈയിലേക്ക് പോകാമോ? ചെന്നൈയിലേക്കോ? അതെ.
പക്ഷേ അവിടെ എനിക്ക് ആരെയും അറിയില്ല. നിനക്കറിയണ്ട, എനിക്കറിയാലോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. സ്വഭാവം കൊണ്ട് അവൻ വളരെ നല്ലവനാണ്. അവനോട് ഞാൻ സംസാരിക്കാം. നിന്റെ കഴിവിനെ പറ്റി എന്തെങ്കിലും ജോലി അവിടെ കിട്ടും. പക്ഷെ എനിക്ക് പേടിയാ ശ്രേയ. എന്തിനോട്? പുതിയ സ്ഥലത്തോട്, പുതിയ ആളുകളോട്, പുതിയ ജീവിതത്തോട്. തനു, 5 വർഷം നീ പേടിച്ചു കൊണ്ടാണ് ജീവിച്ചത്. ഇനി ഒരിക്കലെങ്കിലും ധൈര്യത്തോടു കൂടി ജീവിച്ചൂടെ? ഇന്ന് നിനക്ക് എല്ലാം അവസാനിച്ച ദിവസമല്ല, നിന്റെ ജീവിതം തുടങ്ങുന്ന ദിവസമാണ്. എനിക്ക് ശരിക്കും ജീവിക്കാൻ പറ്റുമോ? നിനക്കറിയോ തനു, തീയിൽ കത്തിപ്പോയ കാടുകൾ പോലും വീണ്ടും പച്ച പിടിക്കും. പിന്നെയാണ് ഒരു പെണ്ണിന്റെ ജീവിതം. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കാം. സമയം തെറ്റാതെ ഭക്ഷണം കഴിക്കണം. ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്. ശരി മാഡം. ഡേ ആ, പിന്നെ ഒരു കാര്യം നീ ഓർക്കണം തനു. നീ ഇത്രയും നാൾ അതിജീവിച്ചു. ഇനി ജീവിക്കണം. ആർക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. ഞാൻ ജീവിക്കും. കരയണ്ട, പൊരുതി ജീവിക്കേ. നിന്നെ നീ തോൽപ്പിക്കരുത്, ഒരിക്കലുമില്ല. ട്രെയിൻ എടുക്കാനായി. സീറ്റിൽ പോയിരുന്നോ? വേറെ ആരെയും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. നിന്റെ കാര്യം മാത്രം നീ നോക്കിയാൽ മതി. തീർച്ചയായും. അവിടെ ചെന്നിട്ട് വിളിക്കട്ടോ? വിളിക്കാം. എക്സ്ക്യൂസ് മീ. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ? ഞാൻ 3 തവണ വിളിച്ചു, നിങ്ങൾ കേട്ടില്ല. സോറി, എന്ത് വേണം? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് പോവാണെന്നൊരു തോന്നല്. അപ്പൊ കരുതി വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലും സംസാരിക്കാന്ന്. ഞാൻ ഗൗതം. നിങ്ങൾ? തോലിക. വാവ്, വെറൈറ്റി നെയിമാണല്ലോ. താങ്ക്സ്. ചെന്നൈയിലേക്കാണോ? അതെ. ജോലിക്കാണോ? ആദ്യമായിട്ടാണോ? അതെ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എങ്ങനെ? 1 വാക്ക്, 2 വാക്ക്, പരമാവധി 3. ശരി, ഞാൻ തോറ്റു. അല്ലേ, എന്തേലും മിണ്ടിയും പറഞ്ഞും പോകാന്നിരിക്കുമ്പോ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ്. വേണ്ട, ഞാൻ എന്തിനീ കഷ്ടപ്പെടുന്നത്? എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ. എന്താ മോളെ, ഒറ്റയ്ക്കാണോ യാത്ര? ചോദിച്ചത് കേട്ടില്ല മോളെ. ഇത്ര പെട്ടെന്ന് പോകുകയാണോ? വീട് എന്റെ കൈമെന്ന്. ഏയ്, അങ്ങനെ പോയില്ലേന്ന് ചേട്ടൻ ചോദിക്കട്ടെ. ഓയ് ചേട്ടാ, എന്തേലും ചോദിക്കാനുണ്ടോ? എന്നോട് ചോദിച്ചോ. എനിക്ക് നിന്നോടൊന്നും ചോദിക്കാനില്ല. എന്തേ, അപ്പൊ ഇവളോട് മാത്രം ചോദിക്കാനുള്ളൂ? അല്ല, ആ കുട്ടി സംസാരിച്ചപ്പോ ഞാൻ മറുപടി കൊടുക്കായിരുന്നു. ആയിരുന്നോടോ? അല്ല, അയാൾ മനഃപൂർവ്വം എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ചേട്ടൻ കേട്ടല്ലോ, അവൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന്. ചെറുക്ക, നീ നിന്റെ കാര്യം നോക്കി പോയാ മതി, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. അതെങ്ങനെ ശരിയാവും? എനിക്ക് ഇടപെടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതിന് നീ ആരാടാ? അതിനിവിടെ പ്രസക്തിയില്ല. നിങ്ങള് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ അടിക്കും, നല്ല അടി അടിക്കും. എന്റെ ഒരു കൈക്ക് താനില്ല, ചത്തുപോകും. അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് പോ. താൻ ഓക്കെ ആണോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. നീ എന്തിനാണോ ഓടിപ്പോകാൻ ശ്രമിച്ചത്? അത് എനിക്ക് പേടിയായിട്ടാ. എടോ, പേടി സ്വാഭാവികമാണ്. പക്ഷെ പേടിച്ച് മാറി നിൽക്കുന്നത് പരിഹാരമല്ല. നീ പെണ്ണായതുകൊണ്ട് നീ ദുർബലയാണെന്ന് ഒരിക്കലും കരുതരുത്. നിന്റെ നേർക്ക് വരുന്ന ഓരോ കൈയും പിടിച്ച് തടയാനുള്ള കഴിവ് നിനക്കുണ്ട്. നിന്നെ അപമാനിക്കുന്ന ഓരോ ശബ്ദത്തിനും മറുപടി കൊടുക്കാൻ നിനക്ക് കഴിയണം. നിന്നെ ഭയപ്പെടുത്തുന്ന ഓരോ മനുഷ്യന്റെയും കണ്ണിൽ നോക്കി ഇല്ലെന്ന് പറയാൻ നിനക്ക് കഴിയണം. ഈ ലോകത്ത് എല്ലാവരും എല്ലാ സമയത്തും നിന്നെ രക്ഷിക്കാനുണ്ടാവില്ല. പക്ഷെ ഒരു മനുഷ്യൻ എപ്പോഴും ഉണ്ടാകും.
നിന്നെ രക്ഷിക്കാൻ ആദ്യം പഠിക്കേണ്ടത് നീ തന്നെയാണ്. ഇനി നിന്നെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ ആദ്യം ഒന്ന് ഉറക്കെ പറയണം, മാറി നിൽക്കുന്നു. എന്നിട്ടും കേട്ടില്ലെങ്കിൽ ചെരുപ്പൂര് ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ തന്നെ മൂടും പൊക്കി അവന്മാർ ഓടിക്കോളും. വാവ്, ഇത്രയും ഭംഗിയുള്ള ചിരി ഉണ്ടായിട്ടാണ് ഇത്ര നേരം മുഖം വീർപ്പിച്ചിരുന്നത്. എടോ തൂലിക, കൂടുതൽ ചിരിക്കാൻ പഠിക്കൂ. മനുഷ്യന് മാത്രമേ ചിരിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? എടോ തൂലിക, ഇറങ്ങുന്നില്ലേ? ഇത് ചെന്നൈ ആണോ? ഹാ, നല്ല ആള്. അറിയാത്തൊരു സ്ഥലത്ത് ആദ്യമായിട്ട് പോകുമ്പോ ആദ്യം തന്നെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ആപ്പ്? വെരി ഷേ ട്രെയിൻ. അതിൽ നോക്കിയാൽ താൻ എവിടെയാന്നുള്ള കറണ്ട് ലൊക്കേഷനും താനിപ്പോ എവിടെ ഇറങ്ങാൻ പോകുന്നതും എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. എനിക്കറിയില്ലായിരുന്നു. അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിക്കുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി. യു നോ ദാറ്റ്? ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞാനുള്ളതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു. ഈ നന്ദി എപ്പോഴും കാണണം കേട്ടോ. യെസ്. അപ്പോ നമ്മൾ എവിടെ വെച്ച് പെരുകയാണ്. തനിക്ക് തന്റെ വഴി, എനിക്ക് എന്റെ വഴി. അഥവാ നമ്മൾ എവിടെ വെച്ച് കണ്ടുവിട്ടാണെങ്കിൽ ഒരു ഹായ് തരാൻ മറക്കണ്ട മാഷേ. താൻ ഇവിടെയാണോ? വർഷങ്ങളായിട്ട്. ഓ, എന്നാ ഇതെന്റെ നമ്പറാണ്. ബൈ ചാൻസ് തനിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ ജസ്റ്റ് കോൾ മീ. ഓക്കെ? തീർച്ചയായും ഗൗതം. ഓ, വെൽക്കം തൂലിക. ശരി എന്നാ. ശ്രേയ, ഞാനിവിടെ എത്തി. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാനൊരു നമ്പർ തരാം, നീ അവനെ കോണ്ടാക്ട് ചെയ്, എന്നിട്ട് കാര്യം പറ കേട്ടോ. ആടി. പിന്നെ മറക്കണ്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. പോയ വഴി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. എന്നാ ശരി. ഹലോ. ഹലോ, ഇറ്റ്സ് തൂലിക. അതെ, நான் காசி. ஸ்ரேயெல்லாம் சொல்ல இருக்கா. நீ இப்போ எங்க இருக்க? സ്റ്റേഷന് പുറത്തുണ്ട്. ஓகே, நான் கீழே தான் நிக்கிறேன். பிளாக் ஷர்ட் போட்டு இருக்கிற ஒருத்த கையாட்டுறது தெரியுதா? കണ്ടു. அப்படிதான், எங்க வா. ஹாய் தூலிகா. டு பி ஹானஸ்ட், எனக்கு மலையாளம் கொஞ்சம் புரியும், பேசுறது கொஞ்சம் கஷ்டம், ஆனா கேட்டா புரியும். அது பரவாயில்ல. அப்படி போடு. உனக்கு தமிழ் தெரியுமா? எனக்கு உங்கள மாதிரி தான் கொஞ்சம் கொஞ்சம் தெரியும். ஏய், அப்போ லாங்குவேஜ் பேரியர் இருக்காதுன்னு. ஐ திங்க் சோ. சாப்பிடலையா? இல்ல. அடடா, முதல்ல சாப்பிடலாமா, அப்புறம் மத்த எதுவும் பார்க்கலாம். சரி. தூலிகா, இதுதான் நான் உனக்கு அரேஞ்ச் பண்ணிய ஹோட்டல். ഇവിടെയാണോ ഞാൻ താമസിക്കുന്നത്? ஆமா, இது நல்ல ஹோட்டல் தான். சேஃப்டியை பத்தி கவலைப்படாத. ஒரு வாரம் நீ எதுவும் யோசிக்காதே, ரெஸ்ட் எடுக்கும். சென்னை சுத்தி பாரு, கொஞ்சம் நிம்மதியா இரு. കാസി, അപ്പോ വേല? அதுக்கு அந்த இப்ப அவசரம். ஒரு வீக்கு கழிட்டும், அப்புறம் நான் உனக்கு வேலை பத்தி பாக்குறேன். ஸ்ரே எனக்கு ரொம்ப பிரதானமான ஃப்ரெண்டு. அவளோட ஃப்ரெண்டு எனக்குமா ஃப்ரெண்டு தான். പിന്നെ തുലുക, ഉന്നോட സിവി இருக்கா? ഇല്ല, എനിക്കതൊന്നുമില്ല. ഓ, ഇപ്പൊ മാർക്കറ്റിൽ റെസ്യൂം മുഖ്യം താൻ. നാളെ നീ റൂമിലിരുന്നു ഒരു അപ്ഡേറ്റ് സിവി റെഡി പണ്ണു. ശരി. അപ്പൊ ശരി, ഞാൻ കിளம்பட்டும். പിന്നെ തുലുക, இதுவரைக்கும் நடந்ததெல்லாம் யோசிச்சு கஷ்டப்படாத. இப்ப புதுசா ஒரு லைஃப் ஸ்டார்ட் பண்ண போறேன், அது மட்டும் ஞாபகம் வச்சுக்கோ. சரி, அப்புறம் குட் நைட். நாளை காலை കാണാം. ഗുഡ് നൈറ്റ്. കുഞ്ഞാ, എന്താ അമ്മ? നീ വന്നപ്പോ തൊട്ട് എന്തോ ആലോചിച്ച് ചിരിക്കുവാണല്ലോ. ആരെ കുറിച്ചാ? നാട്ടിൽ പോയപ്പോ ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടാടാ? ഓ പിന്നെ, എനിക്ക് അതല്ലേ പണി. അപ്പൊ എവിടെന്ന്? ഏത് തമിഴത്തി കുട്ടിയാ? പറ. അയ്യോ അമ്മേ, ഞാനതിന് ഒരു പെണ്ണിനെയും കണ്ടില്ലെന്ന്. അപ്പൊ നീ ആണിനെ കണ്ടിട്ടാ ചിരിച്ചത്? ചേടാ, ഈ അമ്മ വല്ലാത്ത കഷ്ടാണല്ലോ. എനിക്കൊന്ന് ചിരിക്കാൻ പാടില്ലേ? ഇല്ല, ഈ വീട്ടില് അനാവശ്യമായിട്ട് ആരും ചിരിക്കാൻ പാടില്ല. പറഞ്ഞോ. ഓ, ട്രെയിനിൽ വന്നപ്പോ ഞാനൊരു മലയാള പെൺകുട്ടിയെ കണ്ടു. എന്നിട്ടെന്താ, ചുമ്മാ സംസാരിച്ചിരുന്നു, പോന്നു. ഓ, ആ കുട്ടി എവിടെയുള്ളതാ? എന്താ പേര്? എന്താ ചെയ്യുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ പൊന്നമ്മ, ഇതൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ആകെ അറിയാം, അവളുടെ പേര് തൂലിക. ആൻഡ് നല്ല സുന്ദരി കുട്ടിയാണ്. അപ്പൊ എന്റെ കുഞ്ഞിന് ചേരും. അതെങ്ങനെ? എന്റെ മോൻ സുന്ദരനല്ലേ? സുന്ദരന് സുന്ദരിയല്ലേ ചേരാ? കാക്കയ്ക്ക് താൻ കുഞ്ഞു പൊൻകുഞ്ഞ് എന്നാണല്ലോ. പോടാ അവിടുന്ന്. വന്നെന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ആ കുട്ടീനെ എന്ന് കാണുവോ എന്തോ. അവളിവിടെ ചെന്നൈയിലുണ്ട്. ഉണ്ടോ?
എന്തിനു വന്നതാ? ജോലിയാന്നാ പറഞ്ഞത്. എന്താടോ എന്തോ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോ വിളിക്കും. സുധേ, കഞ്ഞിയായില്ലേ? വരട്ടെ മനുഷ്യ, മോനോട് സംസാരിക്കുന്നത് കണ്ടില്ലേ? നീ സംസാരിച്ച അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിന്റെ മോൻ എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. മിസ്റ്റർ ഡാഡി, ഒന്ന് ബോർഡർക്ക് അവിടെ നിന്ന്. പ്രായം കൂടല്ലേ, ഇന്നോ നാളെ അറ്റാക്ക് വന്ന് ചാവൊന്നും പേടിച്ച് ജീവിക്കുകയാണ്. എന്നാ പിന്നെ മോന്റെ കല്യാണവും പേരക്കുട്ടികളൊക്കെ ഒന്ന് കണ്ട് ചാവെന്ന് വിചാരിക്കുമ്പോ അവനെ ഒരു താല്പര്യമില്ലാണ്ട് നടക്കുകയാണ്. താല്പര്യമില്ലാണ്ടാണോ? നല്ലതൊന്നും വന്ന് ചേരാണ്ടല്ലേ. വന്ന് ചേർന്ന് ഞാൻ എപ്പോ കെട്ടിയെന്ന് വെച്ചാ മതി. അങ്ങനെ സമയവും കാലവും സന്ദർഭമൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ എന്റെ മോന്റെ മൂക്കിൽ പല്ല് മുളയ്ക്കും. ഒരു കാലത്ത് നിന്റെ പോലെയായിരുന്നു ഞാനും, ഇതേപോലെ. അവസാനം എന്ത് സംഭവിച്ചു? വീട്ടുകാരെ അറേഞ്ച് മാരേജ് നടത്തിയതേ. ഇപ്പൊ എനിക്ക് ഒരു ഒച്ചുവായി. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള പെണ്ണല്ലായിരുന്നു ഞാൻ എന്ന്? അത് ഞാനെപ്പോ പറഞ്ഞു? അവനിതുപോലെയല്ലേ അന്വേഷിച്ച് നടക്കുന്നത്? അവന് കിട്ടാത്തോണ്ടല്ലേ അവൻ കല്യാണം കഴിക്കേണ്ടിരുന്നത്. നിങ്ങൾ അതുപോലെ നടന്നിട്ട് കിട്ടാത്തോണ്ടല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്. ഹോ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. കഞ്ഞി സ്വന്തമായിട്ട് എടുത്ത് പോയി കുടിക്കേ. ഇവന്റെ സുധേ നിക്കുമോളെ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ஏய், குட் மார்னிங் தூலிகா. குட் மார்னிங் காசி. அப்போ நாம சென்னை கொஞ்சம் சுத்தி பார்க்கலாமா? வா, இன்னைக்கு நான் கைடு. இந்த ஏரியாப்போ இப்படிதான். சப்தம், ஜனம், டிராஃபிக் முதல்ல கொஞ்சம் கஷ்டமா இருக்கும், அப்புறம் பழகிடும். ஓ, சென்னை பத்தி வாட் யூ திங்க்? നല്ലതാണോ? That's all. இன்னும் கொஞ்ச நாள் இருந்தா சென்னை விட்டு போக மாட்டேன். കാശിക്ക് അത്ര ഇഷ്ടമാണോ ചെന്നൈ? ரொம்ப. இந்த ஏரியா எவ்வளவு பேருக்கு செகண்ட் லைஃப் கொடுத்திருக்கு தெரியுமா? ஒருத்த கையில் ஒன்னும் இல்லாம வந்தாலும் இந்த ஊர் அவனை கைவிடாது. തൂലിക, ഹായ്. ഗൗതം, ഹായ്. ചെന്നൈയില് സെറ്റിലായോ? കഞ്ചം. ഗുഡ്. ഞാനെന്നാ പോട്ടെ, കുറച്ച് ധൃതിയിലാണ്, പിന്നെ കാണാടോ. ശരി. യാരവര്? അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് കണ്ടതാ. ഓഹോ. പിന്നെ കാശി ജോലിയെ കുറിച്ച് உங்க ரெசியூம் நான் ஒரு கம்பெனி கிட்ட கொடுத்திருக்கு. அவ அது படிச்சுட்டு உங்களுக்கு இன்ஃபோ பண்ணும். ഓ ശരി. அப்போ வா, கொஞ்சம் கேசரியா பானிபூரியா சாப்பிடலாம். குட் மார்னிங் துலிகா. All the best for your first day of work. താങ്ക് യു. Then bye. ബൈ. நீ தான் தூலிகாவா? ஆமா சார். காசு உன்னை பத்தி சொல்லியிருந்தார். வா, உள்ளே வா. ஓகே சார். இதுதான் உன் சீட்டு. இன்னில் நின்னும் நீ கேஷரா ஒர்க் பண்ண போற. சரி சார். முன்னாடி எங்கேயாச்சும் இந்த மாதிரி ஒர்க் பண்ணிருக்கியா? இல்ல சார். பரவாயில்ல, கொஞ்ச நாளையில கத்திக்குவா. அப்போ இங்க பாரு, கஸ்டமர் எடுக்கிற துணியை ஸ்கேன் பண்ணணும், அப்புறம் பில் போடணும். கேஷ் வாங்கினாலும் ஆன்லைன் பேமெண்ட் வந்தாலும் எல்லாத்தையும் கரெக்டா என்ட்ரி பண்ணணும். ஓகே சார். ஈவினிங் கடை க்ளோஸ் பண்ணக்கு முன்னாடி கணக்கு சரியா இருக்கணும். ₹1 குறைஞ்சாலும் அது வெளிய பிரச்சனை. சரி சார். இங்க ஒர்க் பண்ணவங்க எல்லாரும் நல்லவங்க. എന്ത് ഹെൽപ്പ് വേണേലും കേളു. താങ്ക് യു സാർ. അപ്പൊ ശരി, ഇന്നയിൽ നിന്നും നീയും இந்த കടയുടെ ഒരുത്തി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അണ്ണാ ഒരു ടീ. അമ്പോ, യാരത് തൂലികാവാ? ഹായ് ഗൗതം. ഇതെന്ത് ഇവിടെ, അതും ഈ നേരത്ത്? ജോലി കഴിഞ്ഞ് പോകുന്ന വഴിയാ, അപ്പൊ ഒരു ചായ കുടിക്കാൻ തോന്നി. അതല്ലേലും മലയാളികളുടെ ഒരു കഴിവാണ്. ജോലി കഴിഞ്ഞ ഒരു ചായ, അത് നിർബന്ധ. എന്താ സാർ, 2 ടീ? ഞാൻ എടുത്തിട്ട് വരാം, താനിവിടെ ഇരിക്കേ. അപ്പൊ പറയടോ, താനിവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനൊരു കാഷ്യറായിട്ടിരിക്കുക ഒരു തുണിക്കടയില്. ഓ, ഐ സി. അല്ല, നമ്മുടെ നാട്ടിൽ കാഷ്യറാവാൻ പറ്റാണ്ടോന്നല്ലോ, പിന്നെന്തിനാ ഇവിടെ വന്ന് കാഷ്യറായത്? എല്ലാം തന്നോട് പറയണമെന്ന് നിർബന്ധമാണോ? ഹേ, ഇല്ലില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ചോദിക്കണ്ടായിരുന്നു. ഗൗതം, എന്താ? ഇവിടെ കേരള ഫുഡ് എവിടെയെങ്കിലും കിട്ടോ? അങ്ങനെ നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണോ? ഭയങ്കര പ്രൈസ് ആയിരിക്കും, പിന്നെ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓ, യു മിസ് അവർ കേരള ഫുഡ് റൈറ്റ്?
ഇഫ് യു ഡോണ്ട് മൈൻഡ് തനിക്ക് എൻ്റെ വീട്ടിൽ വരാം. എൻ്റെ അമ്മയും അച്ഛനും ഇവിടെ തന്നെ സ്റ്റേ. അച്ഛൻ പൊളി കുക്കാണ്. അമ്മയേക്കാൾ നന്നായിട്ട് അച്ഛൻ വെക്കുന്നു. അച്ഛൻ പണ്ട് ഒരു ഹോട്ടലിൽ നിന്നിരുന്നു. അതിൻ്റെ എല്ലാ കൈപ്പുണ്യം അച്ഛനുണ്ട്. പിന്നെ ഇവിടെ വന്നത് ഇവിടെ ഒരു ബിസിനസ് കാര്യത്തിന് വന്നതാണ്. പിന്നെ ഇവിടെ തന്നെ സ്റ്റേ ആയി. അമ്മ ഒരു ടീച്ചറുമാണ്. താൻ വരുവാണെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കിപ്പിക്കാം. അച്ഛൻ കിച്ചണിൽ കയറുന്നത് കൊണ്ട് അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലേ? എന്തിന്? അല്ല, സാധാരണ അടുക്കള പെണ്ണിനാണല്ലോ. താൻ എന്തുവാണ് ഇങ്ങനൊരു സംസാരം? ആരും അടുക്കള ഒരു പെണ്ണിനും തീരെഴുതി വെച്ചിട്ടില്ല. അത് ആർക്ക് വേണം കയറാനും ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ്. ഐ തിങ്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പാചകം ചെയ്യുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. ഹി ലവ്സ് കുക്കിംഗ്. വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കാനും ആൾക്ക് ഇഷ്ടമാണ്. അത് ഞങ്ങളെ തീറ്റിക്കാൻ അതിനേക്കാൾ വലിയ ഇഷ്ടമാണ്. എൻ്റെ ചായ കഴിഞ്ഞു. ശരി, എന്നാ ഞാൻ പോട്ടെ. ആ ശരി. ബൈ. വെയിറ്റ്, താൻ എപ്പോഴും ഇവിടെ വരുമോ? ചായ കുടിക്കാൻ തോന്നിയാ വരണമല്ലോ. ഞാനിവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ എപ്പോഴും കാണാം. ആ അപ്പൊ ശരി. ശരി. ஏய் அழாதடி, இதுதான் நம்ம லைஃப். நமக்கு இங்கே ஒன்றும் பண்ண முடியல. ஏய் என்னாச்சு? ஒன்றும் இல்லை அக்கா. அழுறது பார்த்தா ஒன்றுமில்ல மாதிரி தெரியல. சொல்லு, என்னாச்சு? அக்கா, அந்த கஸ்டமர் அவனுக்கு என்ன சாரி பார்க்குற மாதிரி வந்தார். ஆனால் வெண்மேனை என்ன தொட்டுட்டே இருந்தார். நான் விலங்கி போனாலும் திரும்ப வந்து தொட்டார். எனக்கு ரொம்ப அசிங்கமாக இருந்துருச்சு அக்கா. யார் அவன்? தோ அவன். எக்ஸ்கியூஸ் மீ. என்ன? அந்த பொண்ணை எதுக்கு தொட்டீங்க? എന്താ சொல்லுற நீ? காது கேட்கலையா? அவளை எதுக்கு தொட்டேன்னு கேட்குறேன். அட தெரியாம பட்டிருக்கும். ஒரு தவணை தெரியாம படலாம், திரும்ப திரும்ப எப்படி படும்? நீ என்கிட்ட விசாரணை பண்ண வந்தியா? ஆமா. நீ யாரம்மா? அது அப்புறம் முதல்ல நான் கேட்டதுக்கு பதில் சொல்லு. ஓவர் பண்ணாதே. ஓவரா? ஒரு பொண்ணுங்களை கஷ்டப்படுத்துறது ஓவர் இல்லை? டேய், நீ ஒரு பொண்ணு. ஆமாம், நான் ஒரு பொண்ணு. அதனால தான் இந்த விஷயம் எவ்வளோ பெருசுன்னு எனக்கு புரியும். ஒரு பொண்ணோட சம்மதம் இல்லாமல் தொடர்றது பெரும் ஆம்பளத்தனம் இல்லை, அது கிழைத்தனம். இப்போ மரியாதையாக புறத்து போ, இல்லைன்னா போலீஸை கூப்பிடுவேன். அப்புறம் அசிங்கப்படுறது நான் இல்லை, நீ தான். என்னாச்சு? என்ன ப்ராப்ளம்? சார், ஒருவன் பெண்ணுங்கள்கிட்ட தப்பாக நடந்துக்கிட்டாரு. அதை பார்த்துட்டும் பார்க்காத மாதிரி இருக்க முடியல. நானும் ஒரு பொண்ணு தான் சார். ஒரு பொண்ணோட கண்ணு இருந்தது எனக்கு தெரியும். அதனால சும்மா இருக்க முடியலை. சரி, உன் வேலை பாரு. അമ്പോ, അപ്പൊ നമ്മുടെ തൂലിക്ക് ഈ പാവതടിച്ചിരിക്കാൻ മാത്രമല്ല, വേണ്ടി വന്ന ഒരുത്തന്റെ മുഖം നോക്കി പൊട്ടിക്കാനും അറിയാം അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അല്ല, അത്രയും പെണ്ണുങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഇയാള് മാത്രം എന്താ പ്രതികരിച്ചേ? അവരെന്താ പ്രതികരിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രതികരിച്ചത് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഓ, സത്യം പറഞ്ഞാൽ നമുക്കൊരാൾ ആവശ്യമുള്ള സമയത്തല്ലേ ഒരാൾ നമ്മളെ രക്ഷിക്കാൻ വരേണ്ടത്. അല്ലാത്ത സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ വേറെ കാര്യമൊന്നുമില്ലല്ലോ. ആ കുട്ടിക്ക് ആ സമയത്ത് ഒരാൾ വേണമായിരുന്നു. കൂടെ നിന്നവരൊന്നും അവളെ സമാധാനിപ്പിക്കാനല്ലാതെ പ്രതികരിക്കാൻ നിന്നില്ല. സോ ഐ തിങ്ക് എന്നെ കൊണ്ട് സാധിക്കുമെന്ന്. അത് ശരിയാണ്. എടോ, ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ തൻ്റെ കോൺസെപ്റ്റിൽ എങ്ങനെയാ? ഈ സാരി കൊടുത്ത് വീട്ടിലെല്ലാ പണിയും ചെയ്ത് ഭർത്താവിൻ്റെ കാല് തൊട്ട് വണങ്ങി ഭർത്താവിനെ കുളിപ്പിച്ച് ഒരുക്കി ജോലിക്ക് പറഞ്ഞയക്കുന്ന ആ കൈൻഡ് ഓഫ് വൈഫ് പൊളിയായിരിക്കില്ലേ? ഡോണ്ട് ബിലീവ് ദാറ്റ്. അങ്ങനെ എനിക്കൊരു മെയ്ഡിനെ വെച്ചാൽ പോരെ? എടോ, അങ്ങനെയൊക്കെ ചെയ്തു തരാനായിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു മെയ്ഡിനെ വെച്ചാൽ പോരെന്ന്. എടോ, എൻ്റെ കോൺസെപ്റ്റിലുള്ള പെണ്ണെന്ന് പറയുന്നത് കുറച്ച് തൻ്റെടി ആയിക്കോട്ടെ, അഹങ്കാരി ആയിക്കോട്ടെ, ഇതിൽക്കാൾ കൂടുതൽ അവൾക്ക് വേണ്ടത് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ആയിരിക്കണം. നീ ഒരു പെണ്ണല്ലെന്ന ചോദ്യത്തിന് നീ ഒരാണല്ലെന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരുത്തിയായിരിക്കണം. എപ്പോഴും സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം. ഒന്നിനും തകർന്നു പോകരുത്. ഗീവപ്പ് ചെയ്യാൻ പാടില്ല. ചത്താലും ഓറ കളയരുത്. പക്ഷേ അങ്ങനത്തെ പെൺകുട്ടികളെ കാണാനുണ്ടോ? റയറാണ്. ഒരാളെ ഞാൻ കാണിച്ചുതരാം എൻ്റെ വീട്ടിൽ വന്നാൽ. മൈ മാതാശ്രീ. സംഭവം സത്യം പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യത്യാസം കൊണ്ടാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പെണ്ണാണിനെ ദൈവത്തെ പോലെ സേവിക്കുന്നു, ആണ് പെണ്ണിനെ വേലക്കാരിയായി കാണുന്നു. ഈ മൈൻഡ് സെറ്റ് പണ്ട് രണ്ടുപേരെ തലേന്നും മാറിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ശരിയാ. അപ്പൊ തൻ്റെ കോൺസെപ്റ്റിലുള്ള മാൻ എങ്ങനെയാണ്?
ജെന്റിൽമാൻ ആയിരിക്കണം, ഭാര്യയെ തല്ലാൻ പാടില്ല, അമ്മയുമായി കമ്പയർ ചെയ്യാൻ പാടില്ല, ഭക്ഷണത്തിന് മോശം പറയാൻ പാടില്ല, കൂടെ നിന്ന് സഹായിക്കണം, രാത്രി അവളുടെ അനുവാദം പോലും ചോദിക്കാതെ അവളുടെ ശരീരത്തെ വേദനിപ്പിക്കാൻ പാടില്ല, അവൻ ചെയ്ത തെറ്റിനൊക്കെ കാരണം അവളാണെന്ന് പറയാൻ പാടില്ല, അവളുടെ ശരീരത്തെ മറ്റു പെണ്ണുങ്ങളുമായി കമ്പയർ ചെയ്യാൻ പാടില്ല, അവളുടെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല, അവളെ മനുഷ്യനായി കാണണം. അങ്ങനെ ഇങ്ങനെയുള്ള ആണുങ്ങളുണ്ടോടോ? ഈ ലോകത്തില് 70% അങ്ങനത്തെ ആണുങ്ങളാണ്. എന്നാ ആ 70 എന്നെ ചേർക്കണ്ട കേട്ടോ. എനിക്ക് അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല. ഐ നോ യു ആർ സച്ച് എ ജെന്റിൽമാൻ. താങ്ക് യു. അപ്പോ നാളെ സൺഡേ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? പിന്നെന്താ? മാതാവേ, ഓ എന്താണ് കുഞ്ഞാ? ഞാൻ ഇന്ന് തൂലികയായിട്ട് ഇങ്ങോട്ട് വരും. അമ്മ ആവശ്യമില്ലാത്ത കുനിഷ്ഠ ചോദ്യങ്ങൾക്ക് ചോദിച്ച് അവളെ വലക്കരുത്. ഞാൻ എന്ത് കുനിഷ്ഠ ചോദിക്കുന്ന? അതെല്ലാം ഇവിടെ വായിന്ന് വരൂ. ഓ ഞാൻ ഇപ്രാവശ്യം കൺട്രോൾ ചെയ്തോളാം. കൺട്രോൾ ചെയ്ത അമ്മയ്ക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ അവൾ അവളുടെ പാട്ടിന് പോകും. ഓ ശരി. ദേ അച്ഛനോട് കൂടിയാണ്. ആടാ ഇനി എന്റെ തലേ കൂടി ഇട്, ഞാൻ എന്ത് ചോദിക്കാനാണ്? എന്തായാലും അച്ഛൻ ഒരു മണ്ടത്തരം പറയാണ്ടിരിക്കില്ല. അത് പറയരുത്, മിണ്ടാണ്ടിരുന്നോളൂ. കണ്ടാ അവൻ തന്തരം നോക്കി തർക്കുത്തരം പറയണേട്ടാ. ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് അവൻ എന്നോട് പറയണ ഞാൻ മണ്ടത്തരം പറയുന്നു. അവൻ സത്യല്ലേ പറഞ്ഞത്? സത്യാണെങ്കിലും അങ്ങനെ തുറന്നു പറയാൻ പാടുണ്ടോ? നിങ്ങളെ റൂമിൽ പോയി തല്ലുപിടിക്കൂ. ഞാൻ എന്നാ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ, നല്ല റൊമാൻറ്റിക് ആവണേ. ഓൾ ദി ബെസ്റ്റ്. അച്ഛനെ പോലെ പൊളിയാക്ക്. എന്തി ഇന്ന് എന്നെ അവള് വേണ്ടെന്ന് വെച്ച് പോവാനാ? സുധ നീ എന്താണ് ഇങ്ങനെ? ഞാൻ നല്ല റൊമാൻറ്റിക് അല്ലേ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. കട്ടില് കണ്ടാ മതി, പിന്നെ ശവാണ് ശവം. ശവത്തെ കുത്തല്ലേ സുധേ. ഹേയ് തൂരു, ഇവിടെ. കോൾ മീ തനു. തനുവാണ് ബെറ്റർ. ഓ ഞാൻ തൂലികയുടെ തൂലു വിളിച്ചെന്നുള്ളൂ. അപ്പൊ തനു എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്? വീട്ടിലെ തൂലികയാണ്. ഫ്രണ്ട്സ് വിളിക്കുന്നതാണ് തനു. ഓ എന്നാ തനു, ബാ ലെറ്റ്സ് ഗോ. എവിടേക്കാ ആദ്യം പോകുന്നേ? അതൊക്കെ സീക്രട്ട്. നമ്മ പോകുന്ന വഴിക്ക് എല്ലാം കാണുന്നു, അത്ര തന്നെ. ഓക്കെ ബോസ്. പിന്നെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട്. ഓ യാ ഐ ആം വെയിറ്റിംഗ്. என் விண்வெளி தலைக்கு மேல் திறந்ததோ அடடா, அந்த வெண்ணிலா வீட்டுக்குள் நுழைந்ததோ, அது என்னுடன் தேநீர் கொண்டதோ, கனவோ நிஜமோ காதல் மந்திரமோ, ஓராயிரம் ஆண்டுகள் சேமித்த காதல் இது, நூறாயிரம் ஆண்டுகள் தாண்டியும் வாழும் இது, சஹாரா பூக்கள் பூத்ததோ, சஹானா சாரல் தூதோ, சஹாரா பூக்கள் பூத்ததோ, சஹானா சாரல் தூதோ, சஹாரா பூக்கள் பூத்ததோ. ഗൗതം, നമ്മളിപ്പോ എവിടെയാ? തനു, ഇതെന്റെ വീടാണ്. അത് താനിവരെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ ഞാൻ കരുതി ഇവരെ കാണുന്നത് നല്ലതായിരിക്കുമെന്ന്. ആ നിങ്ങൾ വന്നോ? വരൂ വരൂ, കേറി വരൂ. അതാണ് എന്റെ അമ്മ. ഓ താനകത്തോട്ട് വരൂ. ഇതാട്ടോ ഞാൻ പറഞ്ഞ സർപ്രൈസ്. തൂലിക മോളെ പറ്റി കുഞ്ഞൻ എപ്പോഴും പറയാറുണ്ട്. അവൻ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ഇത്രയും സുന്ദരിയാന്ന് വിചാരിച്ചില്ല. നല്ല സുന്ദരി കുട്ടിയാട്ടോ. താങ്ക് യു അമ്മ. ഗൗതം പറയാറുണ്ട് അമ്മയും അച്ഛനെയും പറ്റി. ആഹാ അതെയോ? വാ ഇരിക്ക്, നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അയ്യോ വേണ്ട, ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ അതെങ്ങനെ ശരിയാവും? മോൾക്കല്ലേ കേരള ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടല്ലേ ഞാൻ അച്ഛനും കൂടി ഉണ്ടാക്കിയത്. ഇത് 4 അച്ഛൻ്റെ, ഇത് 3 എൻ്റെ. ഇതൊക്കെ കഴിച്ചു തീർത്തിട്ട് മോള് പോയാൽ മതി. അച്ഛനും അമ്മയും ഇത്ര എഫേർട്ട് ഇടുന്ന ഞാൻ കരുതിയില്ല. പക്ഷെ സത്യം പറഞ്ഞ എനിക്ക് വിശപ്പില്ല. എന്നാലും മോള് കുറച്ച് കഴിക്കുന്നു. ഞങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതല്ലേ, കഷ്ടപ്പെട്ടിട്ടല്ലോ. എന്നാ കുറച്ച് കഴിക്കാം. അതാണ്.
എന്നാ പിന്നെ ഞാൻ പോവാണേ. ഹാ മോളെ, ഇനി എപ്പോഴെങ്കിലൊക്കെ ഫ്രീ ആവുമ്പോ വാട്ടോ. ഹാ അമ്മേ. മോൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മോള് വന്നോ. മോൾക്ക് എന്ത് കഴിക്കണമെന്ന് പറഞ്ഞാലും ഈ അച്ഛനുണ്ടാക്കി തരും. തീർച്ചയായും അച്ഛ. എന്നാ പിന്നെ ഞാൻ അവളെ കൊണ്ടുപോയിട്ട് വരാം കേട്ടോ. ആടാ ചെല്ല്. തനു, ഐ എം സോറി. തന്നോട് പറയാതെ വീട്ടിൽ കൊണ്ടുപോയത് ശരിയല്ലെന്ന് എനിക്കറിയാം. ഇനി റിപ്പീറ്റ് ചെയ്യില്ല. ഗൗതം, ഫസ്റ്റ് ഞാൻ ഷോക്കായിരുന്നു. കാരണം ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവരുടെ കൂടെ ഇരുന്നപ്പോഴും സംസാരിച്ചപ്പോഴും അവരെനിക്ക് ഭക്ഷണം വാരി തന്നപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞ വേറൊരു ലോകത്ത് പോയി. ഒരച്ഛനമ്മയും ഇതുവരെ കാണാത്തൊരു പെൺകുട്ടിക്ക് വാരി കൊടുക്കുക, അവളെ കെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈം കാണുന്ന കാര്യമാണ്. ഇതുവരെ ആരും എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഐ ഫീൽ സോ ലവ്ഡ് ദർ. താങ്ക്സ് ടു യു. ഇനി എന്തെങ്കിലും ഇതുപോലെ ലീവ് വരണമെങ്കിൽ ഞാൻ വരാം. താങ്ക് ഗോഡ്. ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരി വീണത്. ഇത്രയും നേരം ഞാൻ പേടിച്ച് നിൽക്കാറുണ്ട്. ഇനി എനിക്ക് പേടിക്കണ്ട. വാട്ട് എവർ ദ ടൈം, വാട്ട് എവർ ദ സിറ്റുവേഷൻ, നിനക്ക് എപ്പോ ഇങ്ങോട്ട് വരാൻ തോന്നിയോ അപ്പോ വന്നു. അവർ രണ്ടുപേരും ഇത് കൈ നീട്ടി നിന്നെ സ്വീകരിക്കും. അപ്പോ താൻ സ്വീകരിക്കില്ല? ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞല്ലോ. പിന്നെ നാട്ടിങ് കൊണ്ടുപോയത് ഐ ലവ് ഇറ്റ്. ഐ എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓ, യു ആർ വെൽക്കം. ഇത്രയും മഞ്ഞപ്പൊടി ഇടണ്ട, കുറച്ചിട്ടാ മതി. അതാവുമ്പോഴാണ് ആ കറിയുടെ പാകം വരുള്ളൂ. ഓ ഓക്കെ അച്ഛാ, നെക്സ്റ്റ് ടൈം സെറ്റ് ആക്കാം. പിന്നല്ലാതെ നമ്മൾ ഓരോ മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. അത് പോയിന്റ്. ആഹാ, രണ്ടുപേരും ഇവിടെ നിക്ക. മൂവി കാണാൻ വരുന്നില്ലേ? ഇതിപ്പോ കഴിയുടെ അപ്പത്തിന് ഞങ്ങൾ എത്തും. നീ അതൊക്കെ റെഡിയാക്കി വെക്ക്. നടക്കട്ടെ നടക്കട്ടെ. അമ്മയോ? അവള് തുണി എടുക്കാൻ പോയടാ. എന്താണ് ഇവന്മാരി കാണിക്കണത്? അങ്ങോട്ട് നീട്ടിയടിക്ക് പിള്ളാരെ. ഇനി എത്ര റണ്ണുണ്ട്? 10 എണ്ണുള്ളൂ, കഴിയാനായി. പക്ഷെ ഇവന്മാരെന്താണ് ഈ ഒരു ഉന്മേഷമില്ലാണ്ട് കളിക്കണത്? ഓ പറയണേട്ടാ, തോന്നി ഇങ്ങനെ കൂടെ എല്ലാം പറ്റുന്നു. എന്നാ അതിന്റെ ഉള്ളിൽ പോയി നിന്ന് കളിച്ചോക്ക്. സുധേ, ഞാൻ കൊറേ കളിച്ചിട്ടുണ്ടീ. ഞാൻ കുഞ്ഞുനാളിൽ എന്തോരം കളിച്ചേക്കണത്. ഇവന്മാരെ അങ്ങോട്ട് പൊളിയായിട്ട്. ഓ, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കൂടെ കളിച്ചിട്ടുണ്ടല്ലോ അച്ഛാ. പിന്നെ അല്ല. എന്ത്? ഒന്നുമില്ല. നീ കൂടുതൽ എന്നിട്ട് കളിയാക്കണ്ട. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഞാനൊരു കളിക്കാരനായിരുന്നു. എന്നിട്ട് എന്ത് വിചാരിക്കാണ്ടിരുന്നത്? ഓ, എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ലെന്നേ, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പോ അത് പറഞ്ഞാ മതിയല്ലോ. അതൊന്നുമല്ലടാ, സ്റ്റാമിനില്ല. ദേ, എന്റെ സ്റ്റാമിന തൊട്ട് കളിക്കണ്ടോ. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ചോദിക്കേ. ഞാനാ? ചോദിക്കേ മനുഷ്യ. ഓ, തനുമോളെ. എന്താച്ചാ? മോൾക്കറിയാലോ, നമ്മുടെ കുഞ്ഞിനിപ്പോ 29 വയസ്സാവാനായി. നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണോ അല്ലേ? അത് ചെയ്യണം. പക്ഷെ നമുക്കിപ്പോ ചെയ്യേണ്ടത് വേറൊരു കാര്യമാണ്. എന്താച്ചാ? തെളിച്ചു പറ. അതായത് 29 വയസ്സാകുമ്പോ പയ്യൻ ഇപ്പോഴും എന്താ കല്യാണം ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ നിക്കണല്ലോ. അപ്പൊ ഞങ്ങൾ കരുതി ഇവനൊന്ന് കല്യാണം കഴിപ്പിച്ച് വിടാന്ന്. ഓ, ഇങ്ങനെ കൊണ്ട് ഞാൻ പറഞ്ഞോളാം. തനു മോളെ, കുഞ്ഞിനെ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ നിന്നെ കണ്ടെന്നു മുതൽ നിന്നെ കുറിച്ച് സംസാരിക്കാത്ത ദിവസങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവൻ ആരെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അത് നടത്തി കൊടുക്കും. അപ്പോ അവൻ അന്ന് നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ നിന്നെ കാണാനുള്ള ധൃതിയായിരുന്നു ഞങ്ങൾക്ക്. കണ്ടു കഴിഞ്ഞ് നിന്നോട് സംസാരിച്ച് ഇപ്പൊ ഇത്രയും നാള് കഴിഞ്ഞപ്പോ ശരിക്കും നീ ഞങ്ങളുടെ മോളെ പോലെയാണ്. ഒരു പക്ഷെ മോള് തന്നെയാന്ന് പറയാം. ഇപ്പോ നീ ഇല്ലാത്തൊരു ദിവസം പോലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നിന്റെ കോളോ നിന്റെ മെസ്സേജോ നീ ഇങ്ങോട്ട് വരുന്നതോ ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. മോളൊരു വാക്ക് പറഞ്ഞാല് മോളുടെ വീട്ടിൽ സംസാരിച്ച് നമുക്ക് ഈ കല്യാണം നടത്തിയാൽ എന്താ? ഓ അമ്മേ, അച്ഛാ, നിങ്ങൾ എന്തിനിപ്പത് സംസാരിക്കാൻ നിൽക്കുന്നത്? പിന്നെ നീ ഒട്ട് ചോദിക്കുന്നുമില്ല, ചോദിക്കാനായിട്ട് സമ്മതിക്കുന്നുമില്ല. ഓ എന്റെ അമ്മേ, എനിക്കിഷ്ടമാണെങ്കിൽ ഞാനാണ് അവളോട് ചോദിക്കേണ്ടത്. ഫാമിലി വിട്ട് പറയിപ്പിക്കുന്നത് ഒരാളത്തോ അല്ല. എനിക്ക് അതിഷ്ടമാണ്. ഞാൻ അവളോട് തുറന്നു പറഞ്ഞാലേ അവിടെ ഒരു ആണി ജയിക്കുള്ളൂ. അല്ലാതെ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് വളരെ മോശം പരിപാടിയാണ്. കുഞ്ഞാ, ഞങ്ങളോട് ക്ഷമിക്കേ. ഒരച്ഛനമ്മ എന്ന നിലയിൽ ഞങ്ങൾ അറിയാതെ അത് പറഞ്ഞു പോയി. മോള് ഞങ്ങളോട് ക്ഷമിക്കണം. അവൻ പറയേണ്ട കാര്യം ഞങ്ങളിപ്പോ പറഞ്ഞത്. പക്ഷെ സത്യമായിട്ടും മോളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. മോളെ വേണ്ടാതെ മാത്രം പറയരുത്. അമ്മ, അച്ഛ, നിങ്ങൾ നിങ്ങളുടെ മകന് ഒരു നല്ല ഭാര്യനാണ് നോക്കുന്നതെങ്കിൽ എന്നെ നോക്കിയിട്ട് കാര്യമില്ല.
ആര് പറഞ്ഞില്ലെന്ന്? നിന്നെപ്പോലൊരു നല്ല കുട്ടി വേറെ ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്കറിയില്ല നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എന്നെ ഇഷ്ടപ്പെടണേന്ന്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിയല്ല ഞാൻ. എന്റെ കല്യാണം കഴിഞ്ഞതാ. അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ എന്റെ കല്യാണം കഴിഞ്ഞതാ. ഈശ്വര, മോളുടെ കല്യാണം കഴിഞ്ഞതായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. മോളുടെ താലിയോ സിന്ദൂരൊന്നും കാണാണ്ടായപ്പോ കരുതി മോളിപ്പോഴും. അമ്മ അങ്ങനെയല്ല. എന്റെ കല്യാണം 5 വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞതാണ്. പക്ഷേ ഇവിടെ വരുന്ന ദിവസം അതിനൊരാഴ്ച മുന്നേ എന്റെ ഡിവോഴ്സും കഴിഞ്ഞു. അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല മോളെ. ഞങ്ങൾ 3 പെൺമക്കളായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് മാത്രം വളർന്ന 3 പെൺമക്കള്. ഒന്നിനെങ്കിലും റോബോട്ട് എന്ന് പറയാം. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ആരായിട്ട് കൂട്ടുകൂടണം, എന്ത് പഠിക്കണം, അങ്ങനെ എല്ലാം അവർ മാത്രം തീരുമാനിക്കുന്നതായിരുന്നു. ഞങ്ങളുടേതായ ഒരു ഒപ്പീനിയനും ഞങ്ങൾക്ക് അവിടെ പറയാൻ പറ്റില്ലായിരുന്നു. 20 വയസ്സ് കഴിയുമ്പോൾ ഓരോരുത്തരെ അച്ഛൻ കല്യാണം കഴിപ്പിച്ച് വിട്ടു തുടങ്ങി. മൂത്ത ചേച്ചിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ഭർത്താവ് നല്ലവനായിരുന്നു, സുഖമായിട്ട് ജീവിച്ചു. പക്ഷെ എൻ്റെ രണ്ടാമത്തെ ചേച്ചി അവളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. അത്രയും ക്രൂരനായിരുന്നു അയാള്. അത് കഴിഞ്ഞ് എന്നെ കല്യാണം കഴിപ്പിച്ചു. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സഫലീകരിക്കാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവ് നല്ലവനായിരിക്കുന്നു ഞാൻ കരുതി. ഞാൻ അയാളെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ അവസാനം അയാൾ ചെയ്തത് എന്നെ വേദനിപ്പിക്കുക മാത്രമായിരുന്നു. എന്തിന് എന്നെ പീഡിപ്പിച്ചിട്ട് വരെയുണ്ട്. മനസ്സ് തുറന്നു ഒന്ന് കരയാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. സമാധാന വാക്കുകൾ കേൾക്കാൻ വീട്ടിലേക്ക് വിളിച്ച നീ പെണ്ണാണ്, നീ ഭാര്യയാണ്, എല്ലാം സഹിച്ചും ക്ഷമിച്ചിരിക്കണമെന്ന് പറയും. ആകെ എൻ്റെ കൂടെ നിന്നതും എനിക്ക് സപ്പോർട്ട് തന്നതും ശ്രേയായിരുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവളില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനൊന്നും ആവില്ലെന്ന് എനിക്ക് തോന്നി. അവളുടെ മോട്ടിവേഷൻ കാരണം അവസാനം ഞാൻ ഒരു തീരുമാനം എടുത്തത് മരിക്കാനുള്ള ധൈര്യത്തെക്കാൾ എത്ര വലുതാണ് അയാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. അപ്പോൾ ഡിവോഴ്സ് പെറ്റീഷന് കൊടുത്തു. അങ്ങനെ ഡിവോഴ്സ് കഴിഞ്ഞ് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നപ്പോൾ അച്ഛനമ്മയും പറഞ്ഞത് വീട്ടിലേക്ക് ചെല്ലരുത്, അവർക്ക് അങ്ങനെ ഒരു മോളില്ലെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അവരെ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും അവരെൻ്റെ കൂടെ നിന്നിട്ടില്ല, അപ്പോഴും നിന്നില്ല. അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും രക്ഷപ്പെടാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും എന്നെ മനുഷ്യനായി കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ 3 പേരുടെയും സ്നേഹം, എനിക്കത് മതിയായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. അച്ഛ, അമ്മ, എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ ഗൗതമിന് കിട്ടും. ഏതൊരുത്തനും ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞവളാണ് ഞാൻ. ആ എന്നെ ഗൗതമിന് പറ്റില്ല. ഗൗതം, തനിക്ക് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമോടോ? താൻ തൻ്റെ ചുറ്റിലും നോക്കിയാൽ മതി. കുഞ്ഞാ, നിനക്ക് ഇനിയും അവളെ വേണോ? അച്ഛൻ എപ്പോഴും എന്നോട് ഒരു കാര്യം പറയുമായിരുന്നു, ഒരാൾ വലിച്ചെറിഞ്ഞത് നമുക്കേറെ പ്രിയപ്പെട്ടതായിരിക്കും എന്ന്. എന്നാ പോയി വളയ്ക്കടാ അവളെ. അതെ, ഒരുപക്ഷെ അവൾക്ക് വേണമെങ്കിൽ ഇതൊന്നും പറയാതെ നിന്നെ കല്യാണം കഴിച്ചോട്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു. അവൾ സത്യസന്ധയാണ്, അവൾ പ്യുവറാണ്, അവൾ നല്ല മനസ്സിനുടമയാണ്. അതുകൊണ്ട് എനിക്ക് അവളെ മാത്രം എന്റെ മരുമോളായിട്ട് മതി. എന്റെ തനു തന്നെ എനിക്ക് മതി. കേട്ടോ? കേട്ടു. കുഞ്ഞാ, എന്തായി? തനുവിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല അമ്മ, ഇപ്പൊ ചായ കുടിക്കാനോ ബീച്ചിലോ ഒന്നും അവള് വരാറില്ല. അപ്പൊ അവള് വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ പോയി നോക്കാറുന്നില്ലേ? അതാ വലിയ പ്രശ്നം. അവള് വർക്ക് ചെയ്യുന്ന ഷോപ്പ് ഏതാന്ന് എനിക്കറിയില്ല. കുഞ്ഞാ, നീ ഇതൊക്കെ നേരത്തെ ചോദിച്ചു വെക്കണ്ടേ? അത് ചോദിക്കേണ്ട ആവശ്യം വന്നില്ല, പിന്നെ അത് വിട്ടുപോവുകയും ചെയ്തു. എന്നാ പിന്നെ നീ അവളെ വിളിക്കേ. അവളുടെ നമ്പർ എന്റെ ഇല്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാടാ സംസാരിക്കാറ്? ഞങ്ങള് ചായ കുടിക്കാൻ പോകുമ്പോ, ബീച്ചിൽ പോകുമ്പോ, അൺഎക്സ്പെക്ടഡ് ആയിട്ടൊക്കെ കാണുമ്പോ അങ്ങനെ. അപ്പൊ നിനക്ക് അവൾക്കൊന്ന് നമ്പർ കൊടുക്കാറുന്നില്ലേ? നമ്പറൊക്കെ ഞാൻ കൊടുത്തതാണ് അമ്മ, പക്ഷെ ഇതുവരെ അവൾ അതിൽ വിളിച്ചിട്ടില്ല എന്നെ. ഓ, അതെന്താണോ അങ്ങനെ ചെയ്തത്? എനിക്കറിയില്ല. ഞാൻ പുറത്തു പോയിട്ട് വരാം. ഇതിപ്പോ എങ്ങോട്ടാ? വെറുതെ പുറത്തു പോയിട്ട് വരാമേ. വേഗം വരാൻ നോക്ക്. ഹലോ. എനിക്ക് உங்களுக்கு தெரியுமா?
கண்டிப்பா இல்ல ப்ரோ. அந்த தூலிகை கூட நான் இருந்தேன். நீங்க 2 பேரும் பேசிட்டு இருந்தது பார்த்தேன். அப்ப பேச முடியல, அதான் இன்னைக்கு வந்தேன். ஓ அப்படியா? நீங்கள் அவளும் எப்படி தெரியும்? தூலிகாவோட ஃப்ரெண்டு ஸ்ரேயா எனக்கு ஃப்ரெண்டு. அவ தான் தூலிகைக்கு சென்னையில் ஒரு வேலை பார்த்து கொடுக்க சொன்னா. அதுக்காக தான் நான் அவளை மீட் பண்ணேன். அப்போ அவ எங்க தங்கி இருக்கான்னு உனக்கு தெரியுமா? தெரியும் ப்ரோ. அப்போ அவ தங்குற இடமோ இல்ல அவ வேலை பார்க்குற இடமோ எனக்கு சொல்ல முடியுமா? எதுக்கு ப்ரோ? திடீர்னு எதுக்கு அவளை பத்தி கேக்குறேன்? தப்பு எடுக்காதீங்க. அவளை கொஞ்ச நாளா பார்க்கல. அவளோட நம்பர் என்கிட்ட இல்ல. அவ எப்படி இருக்கான்னு தெரிதுக்கு தான். ப்ரோ, உங்களை நான் நம்பலாமா? கண்டிப்பா நம்பலாம். அவளுக்கு ஒரு பிரச்சனையை நான் கொண்டு வர மாட்டேன். அது நான் உறுதியா சொல்றேன். அவ எங்க இருக்கான்னு சொன்னா மட்டும் போதும். ஓகே ப்ரோ. அவ சரவணா ஹோட்டல் தங்கி இருக்கா. ஸ்ரீலக்ஷ்மி டெக்ஸ்டைல் கேஷரா வேலை பார்க்கறா. ஓ தேங்க்யூ சோ மச் ப்ரோ. பரவாயில்ல ப்ரோ. அண்ட் ப்ரோ, உன்னோட பேரு? நான் காசி. நீங்க? கௌதம். நைஸ் டு மீட் யூ. நைஸ் டு மீட் யூ டூ. மேடம். என்ன வேணும்? மேடம், உங்களை பார்க்கறதுக்கு கீழே ஒருத்தர் வந்திருக்காரு. யாரு? தெரியல மேடம், ஃப்ரெண்டுன்னு சொன்னாரு. ஓ சரி. ഗൗതം. തനു പ്ലീസ്, ക്യാൻ വി ടോക്ക്? തനു, തൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ അവോയ്ഡ് ചെയ്യുന്നത് ഒന്ന് നിർത്താമോ? ഞാൻ അവോയ്ഡൊന്നും ചെയ്തില്ലല്ലോ. പക്ഷേ ഐ ഫെൽ ലൈക്ക് ദാറ്റ്. തന്നെ ചായക്കടയിൽ കാണുന്നില്ല, ബീച്ചിൽ കാണുന്നില്ല, വരുന്ന ഞായറാഴ്ചകളിലൊന്നും വീട്ടിൽ വരുന്നില്ല. ഒരു മാസം കഴിഞ്ഞിടൂ. അതങ്ങനെയല്ല, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, അതാ. എന്നൊന്നും കോളേയായിരുന്നില്ലേ? നമ്പർ കയ്യിലുണ്ടാവില്ല അല്ലേ? ഞാൻ അത് സാരില്ല. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ വാനിഷ് ആവാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് പോകണം. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ല വിഷമിക്കുന്നത്, അവിടെ ഒരു അച്ഛനും അമ്മയും നിന്നോർത്ത് വിഷമിക്കുന്നുണ്ട്. ദിവസവും നിന്റെ കാര്യങ്ങൾ ചോദിച്ച് വിഷമിക്കുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അന്ന് നിന്നോടത് പറയണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നിനക്ക് ഇത്രയും സഹിക്കേണ്ടി വന്നത്, നീ കരഞ്ഞത്, ഇപ്പോ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാത്തത് പോലും. അയ്യോ ഇല്ലില്ല, അവരെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനത് ചെയ്തത്. പിന്നെ ഞാനത് എന്തിനാടോ നമുക്കിടയിൽ ഒരു ഗ്യാപ്പ്? താനെല്ലാം തുറന്നു പറഞ്ഞു. കേൾക്കാനല്ല ഞാൻ ഇരിക്കുന്നത്. തനിക്ക് എന്നോടുള്ള ഇഷ്ടം കുറയാൻ വേണ്ടി ചെയ്തതാ. അതെന്തിനാ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പ്രണയമാവാതിരിക്കാൻ വേണ്ടി. ഇറ്റ്സ് ടു ഓക്വേർഡ്, യുനോ. സുഹൃത്തുക്കൾക്കും പ്രണയിക്കാടോ? അതെനിക്കറിയാം, പക്ഷെ ഞാൻ താൻ വിചാരിക്കുന്ന മതി തനു, നിർത്ത്. ഈ ലോകത്ത് ആരും ഇതുവരെ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടില്ല. ഡിവോഴ്സ് കഴിഞ്ഞ് കുട്ടികളുള്ളവരും വിവാഹം കഴിച്ചിട്ടില്ല. എന്തിന്? പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ വരെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഈ ലോകത്ത് 18 വയസ്സിന് ശേഷം എത്ര പെൺകുട്ടികൾ, എത്ര ആൺകുട്ടികൾ വെർജിൻ ആയിട്ടിരിക്കുന്നുണ്ടെന്ന് തനിക്കറിയോ? ചുരുക്കമാണ് ചുരുക്കം. അതിന് വിവാഹം കഴിക്കണമെന്നോ കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. ആർക്ക് വേണമെങ്കിലും ഈ ലോകത്ത് പ്യുവർ അല്ലാണ്ടിരിക്കാനും പ്യുവർ ആയിട്ടിരിക്കാനും പറ്റും. പിന്നെ നീ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഐ ഡിസർവ് ബെറ്റർ എന്ന്. പ്യുവർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി എനിക്ക് പറ്റുള്ളൂ എന്ന്. ഹൗ ഐ നോ ഷീസ് പ്യുവർ? ഇന്ന് ഈ ലോകത്ത് പ്യുവർ ആണോ അല്ലയോ എന്ന് നോക്കിയിട്ടൊന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് നമ്മുടെ ബോഡി പ്യുവർ ആണോ എന്നറിയുന്നതിനേക്കാൾ നമ്മുടെ മനസ്സ് പ്യുവർ ആണോ എന്ന് അറിഞ്ഞാൽ മതി. അതാണ് ഏതൊരു ദാമ്പത്യത്തെയും ഏതൊരു പ്രണയത്തെയും മനോഹരമാക്കുന്നത്. നിന്റെ മനസ്സിൽ നീ കുറെ കാര്യങ്ങൾ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട് തനു. ഒന്നാമത്തെ കാര്യം, നീ വെർജിൻ അല്ല. രണ്ടാമത്തെ കാര്യം, നീ കല്യാണം കഴിച്ച ആണിനെ പോലെ തന്നെയായിരിക്കും മറ്റുള്ള ആണുങ്ങൾ എന്ന്. മൂന്നാമത്തെ കാര്യം, അവരെന്ത് ചിന്തിക്കും എന്നുള്ളത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാ സ്നേഹിച്ചത്. എന്റെ വീട്ടുകാരും അവർക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്. ഈ പ്രണയം ഒരിക്കലും എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. നീ എന്ന് യെസ് പറയുന്നു അന്ന് വരെ നിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ നീ നിന്റെ പിന്നാലെ നടക്കരുത്, ഞാനൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എവിടെ വെള്ളം പോകാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ ഉള്ളിലെ പ്രണയം അത് മരണം വരെ മാറില്ല. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞത് നിനക്ക് ചിലപ്പോൾ ഒരു പൈങ്കിളി വാക്കായിട്ട് തോന്നാം. പ്രണയം അങ്ങനെയാടോ, പൈങ്കിളിയാണ്. നിന്റെ കൂടെ നടന്ന ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ സമയവും ഞാൻ ഒരുപാട് ഹാപ്പിയായിരുന്നു. എന്നെ ഹാപ്പിയാക്കാൻ ഈ ലോകത്ത് ഇപ്പൊ നിന്നെ കൊണ്ട് പറ്റുള്ളൂ തനു. നിന്നെ കാണാതായ ഈ ഒരു മാസം ഞാൻ എന്തോരം അനുഭവിച്ചെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇനിയും നിനക്കെന്നെ വേണ്ടാന്നാണെങ്കിൽ ഓക്കെ, ലീവ് ഇറ്റ്. ജസ്റ്റ് നമുക്ക് ആ പഴയ ഫ്രണ്ട്സ് ആയിട്ട് നിന്നൂടെ? അതിന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇനിയെല്ലാം നിന്റെ തീരുമാനങ്ങളാണ്. നിനക്കിഷ്ടമുള്ളത് തീരുമാനിക്കാം. ഇനി ഞാനൊന്നും പറയാൻ വരുന്നില്ല. പിന്നെ എന്റെ ജീവിതം നശിക്കുമെന്ന് വിചാരിച്ചിട്ട് സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട. നിന്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നീ നിന്റെ ഇഷ്ടം പറഞ്ഞാൽ മതി. അതില്ലെന്നാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഐ എം ഫൈൻ അബൌട്ട് ദാറ്റ്. പിന്നെ ഒരു കാര്യം കൂടി തനു, യു ആർ എ സ്ട്രോങ് വുമൺ. നീ നിന്നെ രക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ നിന്റെ ലൈഫിൽ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല ഒരിക്കലും. ഡോണ്ട് ട്രീറ്റ് യുവർ സെൽഫ് ആസ് എ വീക്ക് പേഴ്സൺ.
ഒരു കാര്യം കൂടി, ഒരാൾ വലിച്ചെറിഞ്ഞത് മറ്റൊരാൾക്ക് ട്രഷർ ആയിരിക്കും. യു ഡിസർവ് ബെറ്റർ. ശരിയാണ്. ഇനി ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തില്ല. ഞാൻ അനുഭവിച്ച വേദനകൾ എൻ്റെ തെറ്റല്ല. ആരോ എന്നെ വേദനിപ്പിച്ചതുകൊണ്ട് എൻ്റെ വില കുറയുന്നില്ല. ആരോ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാൻ സ്നേഹത്തിന് അർഹയല്ലാതാകുന്നില്ല. ഒരു വിവാഹം പരാജയപ്പെട്ടതുകൊണ്ട് എൻ്റെ ജീവിതം പരാജയപ്പെട്ടു എന്ന അർത്ഥമില്ല. ഞാനൊരു തെറ്റല്ല, ഞാനൊരു ഭാരമല്ല. ഞാൻ ആരുടെയെങ്കിലും കരുണയിൽ ജീവിക്കേണ്ട ഒരാളല്ല. ഞാൻ അതിജീവിച്ചവളാണ്. ഞാൻ വീണിട്ടും വീണ്ടും എഴുന്നേറ്റവളാണ്. ഞാൻ തകർന്നിട്ടും വീണ്ടും ചിരിക്കാനുള്ള ധൈര്യം കണ്ടെത്തിയവളാണ്. യെസ്, ഐ ഡിസർവ് ബെറ്റർ. സുധേ, ആ പയറൊന്ന് കഴുകിയെടുക്ക്, ഞാനിതൊന്ന് വാട്ടട്ടെ. ആ ഏട്ടാ. എന്താ മനുഷ്യ? എന്ത്? പാമ്പ് വല്ലതാണോടി? ഈശ്വര, എന്നെ നിലത്ത് നോക്ക്, നിലത്ത് നോക്ക്. നിലത്ത് നോക്ക്, നിലത്ത് നോക്കുന്നു പറഞ്ഞ എന്നെ വല്ല കടിച്ചാലോ? എന്റെ ഈശ്വര. ഹലോ ധനു. ധനുവാളെ, നീ അമ്മനെ പേടിപ്പിച്ചു. എവിടെയായിരുന്നു കൊച്ചി ഇത്ര നാളും? ഓ അമ്മ, കടയിൽ നിറയെ ജോലിയല്ലായിരുന്നു? ഒരു വാക്ക് നിനക്ക് അച്ഛനോട് പറഞ്ഞിട്ട് പൊക്കൂടെ? അച്ഛൻ എന്തോരം ഡിഷുകൾ ഉണ്ടാക്കി ഡെയിലി കാത്തിരുന്നത്. സോറി അച്ഛാ, ഇനി മുതൽ നിങ്ങളോട് പറഞ്ഞിട്ടേ ഞാൻ പോവൂ. എങ്കിൽ നിനക്ക് കൊള്ളാം. മര്യാദയ്ക്ക് ആ നമ്പർ അവിടെ എഴുതി വെച്ചോ, അപ്പൊ പിന്നെ ഞങ്ങക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാലോ. ഓക്കേ സാർ. അമ്മ കോഴുണ്ടായിരുന്നില്ല, ആടേ കിട്ടിയുള്ളൂ. മതി, ഞാൻ കൊറേയായി ആടിറച്ചി കഴിച്ചിട്ട്. തനു. യെസ്. നീ എന്താ എന്റെ വീട്ടില്? ഇറങ്ങി പോടി. അയ്യാ, അച്ഛൻ ഈ വീട് ഇവന്റെ പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല മോളെ. അപ്പൊ ഇത് നിന്റെ വീടല്ല ട്ടാ. അച്ഛാ, എടാ എഴുതി തരാടാ, ഇപ്പഴല്ല നിന്റെ കല്യാണം കഴിയട്ടെ. ഓ, എന്തൊരു തന്തയാണിത്. ഇവിടെ മര്യാദക്ക് പുറത്താക്കിയേ. അല്ലേ, നീ വേണമെങ്കിൽ പൊക്കോ. ഞാൻ എന്തിനാ എന്റെ മോളെ പുറത്താക്കണം? ഓ, ഇപ്പൊ അമ്മേ മോളായി. ശരി, ആയിക്കോട്ടെ, ഞാൻ പൊക്കോളാം. നിങ്ങൾ എന്ത് അച്ഛനമ്മയാണ്? എന്റെ മോനെ പോണില്ലേ? ഞാൻ തിരിഞ്ഞെടുക്കുമ്പോ നിങ്ങൾ എന്നെ വിളിക്കണം. എന്തിന്? അയ്യോ മോനെ പോവല്ലേ, അയ്യോ മോനെ പോവല്ലേ, അങ്ങനെ. ഇവരെന്റെ ബുദ്ധിയല്ലട്ടാ, നിങ്ങളുടെ തന്നെയാണ്, എന്റെ ബുദ്ധിയേ അല്ല. ആ, മോൻ വല്ല ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച നിന്റെ മോൻ. മോൻ എന്തെങ്കിലും തോറ്റ എന്റെ മോൻ. ആയിക്കോട്ടെ. ഓ, ഞാൻ പോണ്. അയ്യേ, ഇത്രയും ആറ്റിറ്റ്യൂഡ് കാണിച്ചപ്പോ ഞാൻ കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണെന്ന്. ഇത് റൂമിലേക്കല്ലേ വന്നത്? ഞാൻ ഇഷ്ടമുള്ളപ്പോ പോകും, ഇഷ്ടമുള്ളപ്പോ വരും. നിനക്കെന്താണ്? തനു. Didn't you say that I deserve better? തനു. എന്താ മമ്മ? மாமா, நான் உனக்கு எப்படிப்பட்ட வைஃப்? എടി, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, പോ പോ പോ. പറ மாமா, நான் உனக்கு எப்படிப்பட்ட வைஃப்? നീ എനിക്ക് ഇന്നൊരു അമ്മാടി. നാരണു, പോയി കുളിച്ചിട്ട് വാടാ. ഇവൾക്കിത് എന്താണിത്? ഇനി വല്ല പീരിയഡ്സ് എങ്ങാനും? ആ, മൂഡ് സ്വിങ്സ് ആയിരിക്കും. சீட்டில் கை கொட்டி முன்னாடி கண்ணாடி பார்த்து ஒரே குரலில் சொல்லிடுவோம் இன்று நம்ம வந்துட்டோம் வந்துட்டோம் குடும்பமா வந்துட்டோம் 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 சிரிப்போடு சென்றுட்டோம் ஓடும் பாதை ஓடும் மனசு ஒன்னா சேர்ந்து நடந்துட்டோம் வந்துட்டோம் வந்துட்டோம் சுகமா பயணிச்சிட்டோம். ഹലോ. ആ, ഹലോ തനു, നീ ഇതെവിടെയാ? ഞാൻ ദാ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ, വീട്ടിലേക്ക് നടക്കുക. ഞാൻ വരണോ കൊണ്ടുപോവാൻ? അതിന്റെ ആവശ്യമില്ല കുഞ്ഞാ, ഞാൻ നടന്നോളാം. ദേ പെണ്ണേ, നീ നിർത്തിക്കോ. എന്ത് കുഞ്ഞാ? ദേ കുഞ്ഞാ. ആ, ഞാൻ വെക്കാണ്. ശരി എന്നാ. ശരി. தோதோ அங்க பாருடா, செம்ம ஹாட்டான பொண்ணு.
പൊടിയടാ അവളെ. ഓക്കെ എന്നമ്മ ഇവള് ഫസ്റ്റ് എങ്ങ പോറേ? ஏய் வழிவிட்டு நில்லு. ஓஹோ கோபம் வர வருது பாரு. அக்கா நாங்களும் கொஞ்சம் பேசலாம் தான் வந்தேன். எனக்கு பேச வேணாம். அவசரப்படாதம்மா, கொஞ்ச நேரம் இருந்துட்டு போ. ஏய் வழிவிட்டு போ. இல்ல நான் என்ன பண்ணுவேன்? என்னால முடிஞ்சது பண்ணுவேன். அடா பயப்படுத்துறியா? நாங்க 4 பேரு, நீ ஒருத்தி தானே, அப்போ எந்த பண்ணுவே? ஒருத்தியா இருக்கிற பொண்ணுங்களா கஷ்டப்படுத்துறதுக்கு பெரு தைரியம் இல்லை, அது கிழைத்தனம். ஏய் வாய் ரொம்ப ஜாஸ்தி. நீ பண்ணற வேலைக்கு இதுதான் குறவு. எனக்கு அந்த கோபம் தான் பிடிக்கும். பிடிச்சு நிறுத்துங்கடா அவளை. ஏய் யாராவது என்ன டச் பண்ண ட்ரை பண்ணியா அவனோட அவசானம். அவ பயப்படவே இல்லை பாரு. மச்சா இன்னைக்கு இந்த திமிரெல்லாம் இறங்கிடும். சே தொடாது. ஏய் அவளை புடுங்கடா, ஓட விடாது. சீக்கிரம் புடுங்கடா. ஹெல்ப் ஹெல்ப், யாராச்சும் இருக்கீங்களா? சார் சார் ஹெல்ப் பண்ணுங்க சார். என்னம்மா ஆദ്യം உட்காரு. 4 பேர் என்னை ஃபாலோ பண்ணி வந்தாங்க சார். மழை முடிச்சு நிறுத்தி தப்பா பேசினாங்க, என்னை பிடிக்க ட்ரை பண்ணினாங்க. யார் அவங்க? எனக்கு தெரியாது சார். அவரோட பேரு தெரியுமா? இல்ல. ஏரியா தெரியுமா? இல்ல சார். போட்டோ ஏதாச்சும் இருக்கா? இல்ல. வீடியோ? இல்ல. சாட்சி? இல்ல. அப்ப நாங்க எந்த வச்சு கேஸ் போடுறது? சார் நான் சொல்றது வச்சு போதாதா? அம்மா நீ சொன்ன மட்டும் போதும் தான். இந்த ஸ்டேஷன்ல திவசம் 100 கேஸ் வரும். அப்போ ஒரு பொண்ணு வந்து பயந்து நடுங்கி நிக்கிறது உங்களுக்கு போதாதா? பயந்தா மட்டும் கேஸ் ஆகாது. அவங்க என்ன பிடிக்க வந்தாங்க சார். பிடிச்சாங்களா? அடிச்சாங்களா? இல்ல. அப்போ எந்த சார்? அப்போ அவங்க பிடிக்க வந்ததுக்கு முன்னாடி தப்பிச்சு ஓடுனதா என் தெட்டா? நான் அப்படி சொல்லல. அப்போ எந்த சொல்றீங்க சார்? மேடம் ஏதாச்சும் ப்ரூஃப் வேணும். ஒரு பொண்ணு இത്ര பயந்து வந்து நிக்கிறதே ப்ரூஃப் இல்லையா? அப்போ அது கோர்ட்ல எடுக்காது. அப்ப நாங்க சத்து போன அப்புறம் தானா நீங்க ஆக்ஷன் எடுக்கும்? மேடம் நீங்க கோவப்படாதே. கோவப்படாம எப்படி இருக்கிறது சார்? நான் பயந்து ஓடி வந்தேன், ஹெல்ப் கேட்டு வந்தேன். அப்புறம் நீங்க எந்த பண்றீங்க? பேருந்து போட்டோ வீடியோ இருந்து கேக்குறேன். மேடம் அது தான் ப்ரொசீஜர். ஓ ஒரு பொண்ணோட பயத்தேக்காள் பெரிய ப்ரொசீஜரா? பரவாயில்ல சார், எனக்கு புரிஞ்சிருச்சு. ஒரு பொண்ணு தப்பிச்சு வந்தாலும் அவளை தான் எல்லாத்திനും பதில் சொல்லணும். தேங்க்ஸ் சார், தேங்க்ஸ் ஃபார் எவ்ரிதிங். ஏம்மா മോളെ മലയാളിയാണോ? അതെ. എന്ത് വേണം? എനിക്കൊന്ന് സംസാരിക്കാൻ. പറയൂ. മോൾക്ക് ഇപ്പൊ ഞങ്ങളോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയൊക്കെ നടന്നിട്ട് ഞാൻ അതവിടെ വന്ന് പറഞ്ഞപ്പോൾ ആരും എന്നെ വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്തതല്ല മോളെ, പക്ഷെ നിയമം അങ്ങനെയാണ്. തെളിവില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു പെണ്ണ് പേടിച്ച് അവിടെ വന്ന് നിൽക്കുന്നതിന് ഒരു വിലയുമില്ലേ? വിലയുണ്ട്, പക്ഷെ കോടതിയിൽ അതുകൊണ്ട് മാത്രം കേസ് ജയിക്കാൻ പറ്റില്ല. ഇനി അഥവാ വരെ പിടിച്ചാലും 2 ദിവസം കഴിഞ്ഞ് അവർ ഇറങ്ങി വരും. പിന്നെ ഉണ്ടാവാൻ പോകുന്നത് എങ്ങനെയായിരിക്കും അറിയോ? ആ ഇറങ്ങി വന്നവർ ആദ്യം അന്വേഷിക്കാൻ നിന്നെയായിരിക്കും. പിന്നെ എന്താ ചെയ്യാന്ന് ഞാൻ പറയണ്ടല്ലോ, അതുകൊണ്ടാ പറയുന്നത്. ഞാനൊരു അച്ഛനായി നിന്നുകൊണ്ട് പറയുകയാണ്, ഇത് വിട്ട് എവിടെയെങ്കിലും പോയി സമാധാനമായി ജീവിക്കാൻ നോക്ക്. സാർ ഓടി രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ തോറ്റു കൊടുക്കില്ല. ഞാനൊരു പെണ്ണാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ജയിക്കണം. ഇത്രയും വാശി നിന്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല. വാശിയല്ല സാർ, ജീവിക്കാനുള്ള ആഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യ്. എന്താ? എതിർക്കാൻ പഠിക്കേ. ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന് കരുതി ജീവിക്കരുത്. ആവശ്യം വന്നാൽ തിരിച്ചടിക്കാൻ കഴിയണം. മോളെ മനസ്സുകൊണ്ട് മാത്രം ശക്തിയായാൽ പോരാ, നിന്റെ മനസ്സിന്റെ ബലം നിന്റെ കൈകൾക്ക് കൊടുക്ക്. പിന്നൊരു കാര്യം കൂടി, ഇന്നത്തെ ഈ പേടി നാളത്തെ നിന്റെ ശക്തിയാക്ക്. തനു നീ എന്താ ഈ നേരത്തെ ഇവിടെ? ഈശ്വര എന്തേ കേൾക്കുന്നേ? കുഞ്ഞാ നീ വണ്ടി എടുക്ക്, നമുക്ക് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോണം. അച്ഛാ അതുകൊണ്ടൊന്നും കാര്യമില്ല. മോൾ എന്താ പറയുന്നേ? ഞാൻ ആദ്യം പോയത് പോലീസ് സ്റ്റേഷനില്ല. അവര് പറഞ്ഞു അവർക്ക് തെളിവ് വേണമെന്ന്. അതില്ലാണ്ട് അവർക്ക് ഈ കേസ് എടുക്കാൻ പറ്റില്ല അത്രേ. എന്നാ പിന്നെ അവന്മാരേതാണെന്ന് എനിക്ക് നീ കാണിച്ചു തന്നാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഗൗതം എനിക്കടിക്കണം. എന്താ? എനിക്ക് അവന്മാരടിക്കണം. ഇന്ന് ഞാൻ അവന്മാരെ എതിർത്തില്ലെങ്കിൽ നാളെ വേറൊരു പെൺകുട്ടി എൻ്റെ സ്ഥാനത്ത് വരും. ഒരു പെണ്ണോ അവന്മാർക്ക് കളിക്കാനുള്ള പാവകളല്ലെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഇനി ഒരു പെണ്ണിന്റെ ദേഹത്ത് അവന്മാരുടെ കൈ പതിഞ്ഞ അവന്മാർക്ക് എന്നെ ഓർമ്മ വരണം. ഒരു പെണ്ണ് വിചാരിച്ച എന്തു നടക്കുമെന്ന് അവന്മാരറിയണം. ഞാൻ അതിനെന്താ ചെയ്യേണ്ടത്? പെണ്ണെ നീ തീയാകുന്നു. കമാ
ഗൗതം ഇത് I'm a boxing champion about 4 years back. വാട്ട്? എന്നിട്ട് ബോക്സിംഗ് കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്ന് ഓർത്തപ്പോ വേറെ ജോലിക്ക് ഇറങ്ങി. ഗൗതം താനിപ്പോ എന്ത് ജോലിയാ ചെയ്യുന്നേ? വാവ്, വാട്ട് എ ക്വസ്റ്റ്യൻ. ഇത്ര കാലണ്ടായിട്ട് നിനക്ക് ഇപ്പോഴാണ് അത് ചോദിക്കാൻ തോന്നിയത്? അല്ല, ഒന്ന് പറയടോ. ഞാനൊരു ഫോറൻസിക് ഓഫീസർ ആടോ. ഓ ഐ സി. അപ്പൊ എങ്ങനെയാ, നമുക്ക് തുടങ്ങിയാലോ? നാളെ മുതൽ ഷാർപ്പ് 6 AM നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ആവും. അതുകൊണ്ട് രാവിലെ തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കുക. 9 മണിക്കല്ലേ ഷോപ്പ് തുറക്കുക. ഇത് കഴിഞ്ഞ് ഷോപ്പിൽ പൊക്കോ. 6 മണിക്ക് ഞാൻ ഇവിടെ വരെ വരണ്ടേ? എന്നാ പിന്നെ നീ ഇവിടെ സ്റ്റേ ചെയ്. അത് മതി. എൻഡ് ഓഫ് ഡിസ്കഷൻ. തനു, ഇറ്റ്സ് ടൈം. യു ആർ റെഡി നൗ. ആയി. അപ്പൊ എങ്ങനെ തരുമോളെ, അവന്മാരെ പൊളിച്ചെടുക്കല്ലേ നീ? പിന്നല്ലാതച്ചാ, എന്റെ മോള് സ്ട്രോങ് ആയിട്ട് അമ്മയെ പോലെ പോയി ഫൈറ്റ് ചെയ്യും. തീർച്ചയായും അമ്മ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹബി. സമ്മതിച്ച് അവളെ കല്യാണത്തിന് സമ്മതിച്ച്. എന്നാ ഞാൻ പോയിട്ട് കത്തടിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. பாருங்கடா, அந்த நம்ம கிட்ட இருந்து தப்பிச்சோடின பொண்ணு தானேவா? ஆமாண்ணே. ஹலோ மேடம், எங்க கையில இருந்து தப்பிச்சோடினா தப்பிச்சிட்டேன்னு நினைச்சேயா? போலீஸ் அதெல்லாம் எங்களுக்கு புல்லு. அது எனக்கு நல்லாவே தெரியும். அதானே நான் நேரம் உங்க முன்னாடி வந்திருக்கேன். என்ன புரியலையே? புரியாதா? let me show you. வா வா. ஐயோ, ஃபைட் பண்ண போறியா? பாருங்கடா, அவளோட தைரியம். அவக்கு கொஞ்சம் தைரியம் ஜாஸ்தி. அதனால நீங்க ஒருத்தரா போய் எந்த பண்ணணுமோ அது பண்ணுங்க. ഡാ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്. പെണ്ണെന്ന് പറഞ്ഞ നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് തല കുരിച്ച് നിൽക്കുന്നവളാണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ തൊടാനും അപമാനിക്കാനും പിറന്നവളാണെന്ന്. പക്ഷെ ആ വിചാരം ഇന്നത്തോടെ മാറ്റിക്കോ. പെണ്ണുരുമ്പെട്ടാൽ എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? അതിന്റെ അർത്ഥം ഇന്നാണ് നിങ്ങൾ കണ്ടത്. ഒരു പെണ്ണ് പേടിച്ചാൽ അവളെ വേട്ടയാടാൻ എളുപ്പമാണ്. പക്ഷെ അതേ പെണ്ണ് ധൈര്യത്തോടെ തിരിച്ചു നിന്നാൽ നിങ്ങളെപ്പോലുള്ളവന്മാരുടെ മുട്ട് കൂട്ടിയിടിക്കും. ഞങ്ങളുടെ മാന്യതയെ ഞങ്ങളുടെ ബലഹീനതയായി കാണരുത്. ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത് പേടിച്ചിട്ടല്ല എന്ന് ഓർക്കുക. ഞങ്ങളുടെ നിശബ്ദതയെ നിങ്ങൾ ദൗർബല്യമെന്ന് കരുതുന്ന നിമിഷം നിങ്ങളുടെ തോൽവി തുടങ്ങും. ഓർക്കണം, പെണ്ണിന്റെ ശരീരത്തിൽ കൈവയ്ക്കാൻ ധൈര്യം കാണിക്കുന്നതല്ല ആണത്തം. അവളെ ബഹുമാനിക്കാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ ആണത്തം. നിങ്ങളെപ്പോലുള്ളവന്മാരെ കണ്ടാൽ ഇനി ഒരു പെണ്ണും പേടിച്ചോടില്ല. തിരിച്ചടിക്കും, വീണ്ടും വീണ്ടും തിരിച്ചടിക്കും. കാരണം ഈ സമൂഹം മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് ഞങ്ങളല്ല, നിങ്ങളാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചു. അതല്ല, അമ്മയുടെ കാര്യം ഞാൻ ചോദിച്ചത്. ഓ, നമ്മളെ കുറിച്ച് പിന്നെ ആർക്കും അറിയണ്ടല്ലോ. അച്ഛ പറ. അതിനുശേഷം നിന്റെ അമ്മ 3 വർഷമായിട്ട് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യനായി മാറി. എന്നിട്ട് 4ാമത്തെ വർഷം അവൾക്ക് പോകാൻ പറ്റില്ല. കാരണം? അപ്പോഴുണ്ടല്ലോ നിന്റെ അമ്മയുടെ വയറ്റിൽ നീ വന്നു. അയ്യോ, എന്നിട്ട് എന്ത്? നിനക്ക് 2 വയസ്സായപ്പോ അവള് വീണ്ടും മത്സരത്തിന് പോയി. ഇപ്പൊ നമ്മൾ അമ്മയുടെ ഫൈറ്റ് കാണാൻ സ്റ്റേജിൽ വന്നിരിക്കുന്നു.